നമസ്കാരം. 1863 ജൂലൈ മാസത്തിലാണ് ലണ്ടനിലെ സെന്റ് കാതറിൻസ് ഡോക്കിൽ നിന്നും മെൻഡർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ പായ്ക്കപ്പലില് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗാബോണിലേക്ക് പോൾ ഡു ഷെയു 5 വർഷത്തെ പര്യവേഷണത്തിന് വേണ്ടിയിട്ട് യാത്ര തിരിച്ചത്. ആദ്യം അദ്ദേഹം തീരങ്ങളിൽ വസിക്കുന്ന കോമി അല്ലെങ്കിൽ കാമി വർഗ്ഗക്കാരുടെ കൂടെയാണ് താമസിച്ചത്. അവരിൽ ഒരു 10 പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉൾക്കാടുകളിലേക്ക്, അതായത് കിഴക്കോട്ടേക്ക് യാത്ര ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ഉൾവനങ്ങളിലൂടെ സഞ്ചരിച്ച് നൈൽ നദിയുടെ ഉത്ഭവം കണ്ടെത്തുകയാണ് പോളിന്റെ ഇപ്രാവശ്യത്തെ യാത്രയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ അവര് അഷീറ താഴ്വരയിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ അവിടെയുള്ള ഗ്രാമങ്ങളിൽ വസൂരിയും പ്ലേഗും പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പോളിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും ആ ഗ്രാമത്തലവനും ആ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. അവസാനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള തീരുമാനത്തിൽ പോൾ എത്തിച്ചേർന്നു. വിശ്വസ്തരായിട്ടുള്ള കോമി ഗോത്രക്കാർ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൂടെയുള്ളത്. അഷീറ ഗോത്രക്കാരിൽ ചിലർ ചുമട്ടുകാരായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. എന്നാൽ മോഷണം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ 1865 മാർച്ച് 16 വസൂരി വന്ന് ആകെ തകർന്നുപോയ അഷീറ താഴ്വരയോട് പോളും സംഘവും യാത്ര പറഞ്ഞു. എന്നാൽ അതൊരു വല്ലാത്ത ശപിക്കപ്പെട്ട യാത്ര തന്നെയായിരുന്നു. അഷീറ ചുമട്ടുകാരിൽ പലരും പ്ലേഗും വസൂരിയും വന്ന് ആകെ തളർന്നു. പലരും വഴിയിൽ തളർന്നു വീഴുവാനും തുടങ്ങി. ചിലർ ഡു ഷെയു കാണാതെ അവർ ചുമന്നിരുന്ന സാധനങ്ങൾ വഴിയിൽ ഇട്ട് കളഞ്ഞു. വിലപിടിച്ച പല സാധനങ്ങളും അങ്ങനെ ഡു ഷെയുവിന് നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ പട്ടിണിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. അഷീറയിൽ നിന്നും കിട്ടിയ വാഴപ്പഴങ്ങൾ മുഴുവൻ തീർന്നു പോയതാണ് ആകെ പ്രശ്നമായത്. മൃഗങ്ങൾ തീരെ ഇല്ലാതിരുന്ന സമതലങ്ങളായിരുന്നു അത്. വഴിയിൽ കണ്ട ചില കായകളൊക്കെ തിന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിലും അതിനെല്ലാം നല്ല പുളിയായിരുന്നുകൊണ്ട് തന്നെ സകല ആളുകളുടെയും വയറങ്ങ് കുളമായി. പോളിന്റെ സഹായിയായിരുന്ന മക്കൊണ്ടോയി എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ വിശപ്പുകൊണ്ട് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പോൾ ഡു ഷെയുവിന് ആകെ വിഷമമായി. എന്നാൽ അടുത്ത ദിവസം അവർക്ക് കുറച്ച് ഭാഗ്യം കിട്ടി. എന്തോ ഒന്ന് കണ്ടതുപോലെ ഇഗാല പെട്ടെന്നങ്ങ് നിന്നു. കുറച്ച് കുരങ്ങുകൾ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. ഇഗാല ഉന്നം തെറ്റാതെ കൃത്യമായിട്ട് വെടിവെക്കുകയും 2 എണ്ണത്തെ വീഴ്ത്തുകയും ചെയ്തു. അന്നത്തെ ദിവസം അമൃത് കഴിക്കുന്നത് പോലെയാണ് അവർ ആ കുരങ്ങിറച്ചി കഴിച്ചത്. അത് ചുട്ടെടുത്ത് കഴിച്ചതോടെ കുറച്ച് ആശ്വാസമായി. എന്നാൽ ഇതിന്റെ ഇടയിലും ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം താനാണ് എന്ന് കരുതിയിട്ട് ആളുകൾ തന്നെ കൊന്നുകളയുമോ, ഉറക്കത്തിൽ കൊന്നുകളയുമോ എന്നൊരു ഭയം ഡു ഷെയുവിന് ഉണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്ന കോമി ഗോത്രക്കാര് ഇപ്പോഴാകെ 7 പേര് മാത്രമാണ് കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു കുഴപ്പം തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു തോന്നല് പോളിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ശരിയുമായിരുന്നു. അവര് ഇപ്പോഴും ഒലയണ്ടയുടെ മരിച്ചുപോയിട്ടുള്ള ആ ഗോത്രത്തലവൻ അയാളുടെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിൽ അഷീറ സമതലങ്ങൾ അത് കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ ഈ ഒലയണ്ടയുടെ അടിമകളുടെ ഒരു ഗ്രാമമാണ് ഉണ്ടായിരുന്നത്. ആ ഗ്രാമത്തിന്റെ തലവനും ഒരു അടിമ തന്നെയായിരുന്നു. മായാമ്പോ എന്നായിരുന്നു അയാളുടെ പേര്. അന്ന് വൈകുന്നേരം ഈ കൂടെ ഉണ്ടായിരുന്ന അഷീറ ചുമട്ടുകാരിൽ പകുതി പേരെ കാണാനില്ല എന്നുള്ള കാര്യം ഡു ഷെയു ശ്രദ്ധിച്ചു. ഒലയണ്ടയുടെ ഗ്രാമത്തിൽ നിന്നും ചുമട്ടുകാരായിട്ട് ഇവരുടെ കൂടെ കൂടിയ ഒഡാങ്ക എന്നൊരുത്തനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പോളിന് അറിയാം. സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് ബാക്കിയുള്ള അഷീറ ചുമട്ടുകാരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒറ്റൊരുത്തനാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒഡാങ്ക ഡു ഷെയുവിന്റെ മുന്നിൽ ഒരു നിഷ്കളങ്കനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. പകുതി പേര് ഒളിച്ചോടി പോയതുകൊണ്ട് സാധനങ്ങൾ ചുമക്കാനായിട്ട് ഇനിയും കൂടുതൽ ആളുകളെ വേണം, അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ പോയത് എന്നാണ് ഇവൻ പറയുന്നത്. എന്നാൽ സകല സാധനങ്ങളും കട്ട ശേഷം ഒന്നും അറിയാത്ത പോലെയുള്ള അവന്റെ നിൽപ്പ് കണ്ടപ്പോഴേക്കും ഒറ്റ വെടിക്ക് അവനെ കൊന്നു കളഞ്ഞാലോ എന്നാണ് ഡു ഷെയുവിന് തോന്നിയത്. വളരെ ബുദ്ധിമുട്ടി സ്വയം നിയന്ത്രിച്ചിട്ടാണ് പോൾ തന്റെ ദേഷ്യം കടിച്ചമർത്തിയത്. വേറെ കുറെ ആളുകളാണ് സാധനങ്ങൾ മോഷ്ടിച്ചത് എന്ന് ഈ ഒഡാങ്ക പറയുന്നത് കേട്ടിട്ട് അടിമകളുടെ ഗ്രാമത്തലവനായിട്ടുള്ള മായാമ്പ ഉൾപ്പെടെയുള്ള കുറെ പേര് കള്ളന്മാരെ ഇപ്പോൾ തന്നെ വകവരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പെട്ടെന്ന് കാട്ടിലേക്ക് ഓടിപ്പോയി. സത്യത്തില് ഇവന്മാര് തന്നെയാണ് ശരിക്കുള്ള കള്ളന്മാര്. എല്ലാ അവന്മാരും നല്ല രീതിയിൽ അഭിനയിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് മറ്റൊരു ദിവസം കണക്ക് തീർക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ പോൾ ഡു ഷെയു എല്ലാം തൽക്കാലം അങ്ങ് ക്ഷമിക്കുകയാണ്. ഇതിനിടെ പോളിന്റെ വിശ്വസ്തരായിട്ടുള്ള കോമി അല്ലെങ്കിൽ കാമി ഗോത്രക്കാരിൽ ഒരാളായിട്ടുള്ള മക്കൊണ്ടോയ്ക്ക് കടുത്ത നടുവേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. വസൂരിയുടെ ആരംഭമാണ് ഇത്. അതിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. അവന് ബാക്കിയുള്ള ആളുകളുടെ ഒപ്പം നടക്കുവാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തില് ഡു ഷെയു ആകെ ധർമ്മ സങ്കടത്തിലായി. ഇനിയും ഇവിടെ നിന്നാല് പട്ടിണി കിടന്ന് എല്ലാവരും ചാവും, അല്ലെങ്കിൽ ഒഡാങ്കയും മറ്റടിമകളും ചേർന്ന് ഇവരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തും. അതുകൊണ്ട് താൻ മക്കൊണ്ടോയെ നോക്കിക്കൊള്ളാം, അങ്ങനെ നോക്കി കാട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാം. മറ്റുള്ള ആളുകൾ ആ സമയം കൊണ്ട് നടന്നിട്ട് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ എത്തിയിട്ട് ആളുകളെ കൂട്ടിയിട്ട് മടങ്ങി വരുന്നതാണ് നല്ലത്. ഇതാണ് ഡു ഷെയു തന്റെ കോമി സുഹൃത്തുക്കളോട് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു, വലിയ ഒഗ്യൂസിയൊക്കെ തന്നെയാണ്, പക്ഷെ മണ്ടത്തരം പറയരുത്. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ അവന്മാർ തിരികെ വന്ന് സകലതും മോഷ്ടിക്കും, നിങ്ങളെയും കൊല്ലും. ഇതൊന്നുമല്ല,
ചാലിയെ കാട്ടിൽ ഒറ്റയ്ക്കെങ്ങാനും വിട്ടെന്നെങ്ങാനും നമ്മുടെ ഈ തലവൻ, ആ പഴയ കോമി തലവൻ കൊങ്കുവസ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തിരികെ ചെന്നാൽ തല കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആളുകളെയും കൂട്ടിയിട്ട് മുന്നോട്ട് തന്നെ നടക്കുക. അവസാനം ഇഗാലോ മക്കണ്ടോയോടൊപ്പം അടുത്തുള്ള കാട്ടിൽ മറിഞ്ഞിരിക്കാം എന്ന് സമ്മതിച്ചു. തീരെ പ്രായക്കുറവുള്ള പയ്യനാണ് മക്കണ്ടോയി. അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനായിട്ട് പോളിന് തീരെ മനസ്സുണ്ടായിരുന്നില്ല. അവനുള്ള സകല സൗകര്യങ്ങളും ഭക്ഷണവും മരുന്നും എല്ലാം ഇഗാലോയെ ഏൽപ്പിച്ചിട്ട് അവനെ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റിയ ശേഷമാണ് ഡു ഷെയ്യു പിന്നീട് അവിടെ നിന്നും യാത്ര തുടർന്നത്. അങ്ങനെ ഒരു തരത്തിൽ അവർ അഷീറ സമതലങ്ങൾ അവസാനിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. എങ്ങനെയും ഇവിടെയുള്ള മലനിരകൾ മറികടന്നാൽ മാത്രമേ പ്ലേഗും വസൂരിയും ഇല്ലാത്ത നാടുകളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡു ഷെയ്യുവിന് അറിയാം. എന്നാൽ കുത്തനെയുള്ള കയറ്റം കയറുവാൻ തുടങ്ങിയതോടെ പട്ടിണിയിലായിരുന്ന ആളുകൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങി. കാലൊന്ന് തെറ്റിയാൽ കൊക്കയിലേക്ക് വീഴും. അത്രയ്ക്കും ഇടുങ്ങിയ വഴിയായിരുന്നു അത്. അവസാനം ഒരു വിധത്തിൽ പരുക്കുകളൊന്നും കൂടാതെ തന്നെ അവർ മലമുകളിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദൂരെ ഒട്ടാണ്ടോ താഴ്വര അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്നാൽ അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡു ഷെയ്യുവിന് സംശയമുണ്ടായിരുന്നു. കാരണം അവർ കടന്നു വന്ന അഷീറ താഴ്വരയിൽ പ്ലേഗും വസൂരിയും ഉണ്ടെന്നുള്ള വാർത്ത ഇതിനോടകം തന്നെ അവരറിഞ്ഞു കാണുമെന്ന് ഉറപ്പാണ്. എന്തായാലും മുന്നോട്ട് പോവുകയല്ലാതെ പോളിന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ ഭാരം കൂടുതലാണ് എന്നും പറഞ്ഞിട്ട് അഷീറ ചുമട്ടുകാർ സാവധാനം പിന്നിലേക്ക് വലിയുവാൻ തുടങ്ങി. അവന്മാര് മുങ്ങാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസത്തേക്ക് പോൾ അവരുടെ കൂടെ തന്നെയാണ് നിന്നത്. അവരുടെ കൂടെ തന്നെയാണ് ഈ പോൾ അന്തി ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ പോളിനും കൂടെയുള്ള കോമി ഗോത്രക്കാർക്കും കാര്യമായിട്ട് ഉറങ്ങുവാൻ പോലും സാധിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ കൂടെ തന്നെ നടക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണടച്ചാൽ ഇവന്മാർ ഒന്നുകിൽ സാധനങ്ങൾ കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇവരെ കൊല്ലും. അതുമാത്രമല്ല, ഇവന്മാരുടെ കൂടെയുള്ള വേറെ ആളുകൾ അടുത്തുള്ള കാട്ടിൽ കുന്തങ്ങളൊക്കെ ആയിട്ട് ഒളിച്ചിരിപ്പുണ്ടോ എന്നും പറയാൻ പറ്റില്ല. എന്നാൽ പിറ്റേ ദിവസം മുഴുവൻ ചുമട്ടുകാരെയും കൂടെ നിർത്താനായിട്ട് പോളിന് സാധിച്ചില്ല. അങ്ങനെ കൂടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. മിഞ്ചോ എന്നൊരു അഷീറ ചുമട്ടുകാരനെയും വേറെ കുറച്ച് ആളുകളെയും ഇപ്പോൾ കാണാനില്ല. ദേഷ്യം വന്ന പോൾ അവന്മാരോട് പറഞ്ഞു, ഇനി ആരെങ്കിലും കൂട്ടം തെറ്റി പോകുന്നത് കണ്ടാൽ സ്പോട്ടിൽ വെടിവെക്കും, പറഞ്ഞേക്കാം. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ഈ ഓടിപ്പോയവൻ മിഞ്ചോയും കൂട്ടരും വീണ്ടും ഇവിടെ എത്തി. പെട്ടികൾ, ഇവന്മാരുടെ കയ്യിലുണ്ടായിരുന്ന പോളിന്റെ പെട്ടികളൊക്കെ ഇവന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പോൾ എന്ത് ചെയ്തു, ഇതെല്ലാം എടുത്തിട്ട് ഓരോന്നും എടുത്തുയർത്താനായിട്ട് നോക്കി. അങ്ങനെ എടുത്തുയർത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന്മാർക്ക് അപകടം മണത്തു. കാരണം സകല പെട്ടികൾക്കും ഭാരം കുറവായിരുന്നു. കാര്യമായിട്ടുള്ളതെല്ലാം മോഷ്ടിച്ച ശേഷം മിച്ചമുള്ള എന്തൊക്കെയോ പെറുക്കി തിരികെ വെച്ചിട്ടാണ് ഇവന്മാർ വീണ്ടും വന്നിരിക്കുന്നത്. ഡു ഷെയ്യു തോക്കെടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ കാട്ടിലേക്ക് കൂടി രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ ഈ ലീഡറായിട്ടുള്ള മിഞ്ചോയ്ക്ക് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചില്ല. എന്നാൽ ഈ രംഗം കണ്ടതോടെ ഇവരുടെ കൂടെ ബാക്കി ഉണ്ടായിരുന്ന അഷീറ ചുമട്ടുകാർ ബഹളം വെക്കാൻ തുടങ്ങി. പക്ഷെ അതോടെ ഡു ഷെയ്യുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കോമി ഗോത്രക്കാരുടെ ഭാവം അങ്ങ് മാറി. അസുഖം ബാധിച്ച അവസരമാണ് എങ്കിലും തങ്ങളുടെ ചാലിക്ക് ഒരു അപകടം വരുമ്പോഴേക്കും അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അഷീറകളുടെ നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ അലറി, അനങ്ങിയാൽ നീയൊക്കെ ഇവിടെ കിടന്ന് ചാവും. ഡു ഷെയ്യു ഉടൻ തന്നെ മിഞ്ചോയുടെ നേർക്ക് തോക്ക് ചൂണ്ടി, വഴി മാറി ഒരു ചൂട് വെച്ചാൽ നീ പിന്നെ നിന്റെ ഗ്രാമം കാണില്ല. നീയും നിന്റെ ആളുകളും സകല സാധനങ്ങളും എടുത്തുകൊണ്ട് അടുത്തുള്ള നദിയുടെ കര വരെയും എത്തിക്കണം. എല്ലാ പെട്ടികളും അവിടെ എത്തുന്നത് വരെയും ഇത് തുടരണം. ഇതിന്റെ ഇടയിൽ ഓടിപ്പോകാൻ ശ്രമിച്ചാൽ വെടിയേറ്റ് ചാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതുകൂടാതെ കാട്ടിലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന അഷീരയെ ആദ്യം വെടിവെക്കുന്ന ആളിന് പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കുമെന്ന് പോൾ ഉറക്കെ തന്റെ കാമിയ ആളുകളോട് പറയുകയും ചെയ്തു. കള്ളനായിട്ടുള്ള മിഞ്ചോയുടെ പുറകെ നടക്കുവാൻ വേണ്ടിയിട്ട് ഈ കോമി ഗോത്രത്തിലെ റിബൂക്കയെ ചട്ടം കെട്ടി. മിഞ്ചോ അനങ്ങിയാൽ താൻ വെടിവെച്ചിടുമെന്ന് റിബൂക്ക എല്ലാവരും കേൾക്കെ സത്യം ചെയ്തു. അങ്ങനെ ഡു ഷെയ്യു ഒറ്റയ്ക്ക് അവിടെ തന്നെ ഇരിക്കുകയും സാധനങ്ങളുമായിട്ട് അഷീറുകളും ബാക്കിയുള്ള കോമി ഗോത്രക്കാരും നദിക്കരയിലേക്ക് പോവുകയും ചെയ്തു. അവർ 2 തവണ വീതം പോയി വന്ന് സാധനങ്ങൾ മുഴുവനും ഒരു വിധത്തിൽ നദിക്കരയിൽ കൊണ്ടെത്തിച്ചു. മിഞ്ചോയെ ഓരോ തവണ കാണുമ്പോഴും പോള് തന്റെ തോക്ക് അമർത്തിപ്പിടിച്ചു. അവനെ കൊല്ലണമെന്ന് പലതവണ ആഗ്രഹിച്ചെങ്കിലും അഷീറുകളുടെ നാട് വിടുന്നത് വരെയും ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പോള് തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയും ഡു ഷെയ്യും കോമി ഗോത്രക്കാരും ഉറങ്ങാതെ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. അഷീറുകൾ പ്രതികാര ബുദ്ധിയോടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അവർക്ക് നല്ല ഉറപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ മിഞ്ചോ ഡു ഷെയ്യുവിന്റെ കാലിൽ വീണ് മാപ്പിരുന്നു. അവനെ കൊല്ലാതെ വെറുതെ വിട്ടാൽ മോഷ്ടിച്ചുകൊണ്ടുപോയ സകല സാധനങ്ങളും ഓടിപ്പോയ ആളുകളെയും അവൻ തിരികെ കൊണ്ടുവരാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അവൻ പോയാൽ പിന്നെ വരില്ല എന്നറിയാമായിരുന്ന പോള് അവനെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള മരത്തിലേക്ക് വെടിവെച്ച് കാണിച്ചു കൊടുത്തു. അന്ന് രാത്രി കനത്ത മഴയാണ് പെയ്തത്. വലിയ മരങ്ങളോ ഇലകളോ കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നുകൊണ്ട് തന്നെ മുഴുവൻ മഴയും അവർക്ക് കൊള്ളേണ്ടി വന്നു. മഴ കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ആകെ നനഞ്ഞു കുതിർന്നു പോയതുകൊണ്ട് തന്നെ പോളിനും കോമി ആളുകൾക്കും ഉറങ്ങാനും സാധിച്ചില്ല. എന്നാൽ അഷീറകൾ ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുകയും ഉച്ചത്തിൽ കൂർക്കം വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തോക്കുകളുമായിട്ട് കാവൽ നിൽക്കുന്ന പോളിനെയും കോമികളെയും കണ്ടതോടെ തങ്ങൾ കുടുങ്ങിയെന്ന് തന്നെ അവന്മാർക്ക് പിടികിട്ടി.
അതോടുകൂടി അവര് മിൻജോയെ ശപിക്കുവാൻ തുടങ്ങി. എല്ലാത്തിനും കാരണം അവന്റെ വക്രബുദ്ധിയാണ്. അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡൂഷിയും ആകെ അവശനായി. ഭക്ഷണക്കുറവ്, ഉത്കണ്ഠ, ഇതെല്ലാം കാരണം അദ്ദേഹം വല്ലാതെ പരവശനായി. എനിക്കൊന്ന് കിടക്കണം. ആ സമയം നിങ്ങൾ ഈ കള്ളം വരെ നോക്കണം. ഒരുത്തിനും രക്ഷപ്പെടരുത്. നിങ്ങൾ ഉറങ്ങാതിരിക്കുവാനായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും കഥകളൊക്കെ പറയുക. ഞാൻ ഉറക്കം ഉണർന്നാൽ നിങ്ങൾക്ക് പിന്നെ കിടക്കാം. അത് കഴിഞ്ഞ് ഞാൻ തന്നെ കാവൽ നിന്നോളാം. ഇങ്ങനെയൊക്കെ തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞ ശേഷം ഉറങ്ങാൻ കിടന്നെങ്കിലും പോളിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. പട്ടിണി കാരണം തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന് സംശയം. വീട്, അത്താഴം, ബീഫ്, ആട്ടിറച്ചി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സമയം ഉണ്ടായിരുന്നത്. ഗതികെട്ട് എണീറ്റ് പോയ പോള് റബൂക്കയോടൊപ്പം 2 അഷീരകളെ എന്തെങ്കിലും കിട്ടുന്ന മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾ ഓടിപ്പോകാൻ ശ്രമിച്ചാൽ ഇവിടെയുള്ള നിങ്ങളുടെ കൂട്ടുകാരെ ഞാൻ മൃഗീയമായിട്ട് തന്നെ കൊലപ്പെടുത്തിക്കളയും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഡൂഷയു അവരെ റബൂക്കയുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചത്. എന്തായാലും അത് ഫലിച്ചു. 2 കുരങ്ങുകളൊക്കെ ആയിട്ടാണ് അവർ മടങ്ങി വന്നത്. മിൻജോയും അഷീറുകളും കൂടിയിട്ടാണ് ഈ കുരങ്ങുകളെ തീയിൽ ചുട്ടെടുത്തത്. അവർ മുഴുവൻ ഇറച്ചിയും അങ്ങ് തന്നെ തിന്നുകൊള്ളുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡൂഷയുവിന് നേർക്ക് വെച്ച് നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് പട്ടിണി കിടന്ന് ശീലമുണ്ട്. അതുകൊണ്ട് യജമാനൻ തന്നെ മുഴുവൻ കഴിച്ചുകൊള്ളാനാണ് അവന്മാർ പറയുന്നത്. ചേട്ടാ, ഇത് എനിക്ക് വട്ടായതാണോ അതോ ഇവന്മാർക്ക് മുഴുവൻ ഭ്രാന്തിളകിയോ? പോളിനെ ഇവർ പറ്റിച്ചു, മോഷ്ടിച്ചു, കാട്ടിലെ ഒറ്റയ്ക്കാക്കി കടന്നു കളയാൻ നോക്കി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പട്ടിണിക്ക് ഇരുന്നു കൊള്ളാം, നിങ്ങൾ യജമാനൻ ഇത് മുഴുവൻ അങ്ങ് കഴിച്ചോ എന്ന്. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല ഭ്രാന്തന്മാരെ. ഇങ്ങനെയൊന്നും വേണ്ട. നമുക്ക് കിട്ടിയതെല്ലാം ഒരേപോലെ തന്നെ വീതം വെച്ച് എല്ലാവർക്കും കഴിക്കാം. അതാണ് അതിന്റെ ശരി. ഇപ്രാവശ്യം കണ്ണുമിഴിച്ചു പോയത് അഷീറുകളാണ്. കാരണം അവന്മാർ ശീലിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. തലവനാണ് എപ്പോഴും കൂടുതൽ ഭാഗങ്ങൾ കിട്ടുക. ദേ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എല്ലാവർക്കും ഒരേപോലെ മതിയെന്ന്. എന്തായാലും പരസ്പരം കാര്യമായിട്ട് അത്ഭുതപ്പെട്ട ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. പെട്ടെന്നാണ് ദൂരെ നിന്നും എന്തോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട അഷീറകൾ കൂടുതൽ ആളുകളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതാണോ എന്നതായിരുന്നു പോളിന്റെ സംശയം. ഡൂഷയു ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന അഷീറകളെ ഒന്നിച്ചു കൂട്ടി നിർത്തിയിട്ട് അവരുടെ കൈകൾ പുറകിൽ കെട്ടി. എന്നാൽ ഭയക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത രാജ്യമായിട്ടുള്ള ഒട്ടോണ്ടയിലെ ആളുകളായിരുന്നു അത്. അവർ നല്ലവരായിരുന്നു. ഇങ്ങനെ ഒരു വെള്ളക്കാരൻ ഈ വഴി വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് ഡൂഷയുവിനെ കാണുവാൻ വേണ്ടിയിട്ട് വന്നവരായിരുന്നു അവര്. അന്ന് രാത്രി അവരും ഈ ക്യാമ്പിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. പിറ്റേന്ന് രാവിലെ ഈ ഒട്ടോണ്ടകളുടെ ഈ തലേദിവസം രാത്രി വന്ന ആ ആളുകളുടെ കൊമ്പ് വിളികൾ കേട്ടിട്ടാണ് ഡൂഷയു എഴുന്നേറ്റത്. രാത്രി അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പോൾ അതിവേഗത്തിൽ തന്നെ നടക്കുവാനായിട്ട് തന്റെ ആളുകളോട് പറഞ്ഞു. കാരണം ഇനി ഒരു രാത്രി കൂടി ഈ കാട്ടിൽ അന്തി ഉറങ്ങാനായിട്ട് അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. യാത്രക്കിടയിൽ അവർ ഒഗാങ്ക എന്നൊരു പുഴ മാറികിടന്നു. അതിന്റെ തീരത്ത് കായ്കനികളുള്ള ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് വലിയ അനുഗ്രഹമായി. മാർച്ച് 10 വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ് ഈ അഷീറകളുടെ നാട്ടിൽ നിന്നും കാട്ടിൽ നിന്നും അവർ പുറത്തേക്ക് കടന്നത്. അവസാനം ഒരു മല ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാടുകൾ അവസാനിക്കുകയും അനന്തമായിട്ടുള്ള ഒട്ടോണ്ടോ പുൽമേടുകൾ തുടങ്ങുകയും ചെയ്തു. കടലിൽ തിരിയടിക്കുന്നത് പോലെ കാറ്റിലിങ്ങനെ പുല്ലുകൾ ആടി ഉലയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോളിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആവേശമായി. ആകാശത്തേക്ക് വെടിവെച്ചാണ് അവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഇത്രയും നേരം കൊടും കാടുകൾ, വലിയ വെട്ടമൊന്നും ഇല്ലാതിരുന്ന കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിന് വലിയ മടുപ്പായിരുന്നു. ഇപ്പോൾ വിശാലമായിട്ടുള്ള ഈ പുൽമേടുകൾ, അവിടെ നല്ല കാറ്റ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ മനസ്സ് ഒന്ന് ശാന്തമായത്. അങ്ങനെ അവര് ആദ്യം കണ്ട ഒട്ടോണ്ടോ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. മയാലോ എന്നാണ് ആ ഗ്രാമത്തലവന്റെ പേര്. ഡൂഷയുവിന്റെ കയ്യിൽ ധാരാളം സമ്മാനങ്ങൾ ഉണ്ടാവും എന്നറിയാമായിരുന്ന മയാലോ വലിയ കാര്യമായിട്ട് തന്നെയാണ് ഡൂഷയുവിനെയും സംഘത്തെയും സ്വീകരിച്ചത്. നല്ല ഉയരമുണ്ടായിരുന്ന മയാലോ ചെറുപ്പത്തില് നാട് കാണാനായിട്ട് ഇറങ്ങിയിട്ട് കാമി ഗോത്രക്കാർ വസിക്കുന്ന കടൽത്തീരം വരെയും ചെന്നിരുന്നു. അതായത് നമ്മുടെ ബോൾ ഡൂഷയു യാത്ര തുടങ്ങിയ കടൽത്തീരം, അവിടം വരെയും ഈ ഉൾക്കാട്ടിൽ നിന്ന് ചെറുപ്പകാലത്ത് ഇദ്ദേഹം ചെന്നതാണ്. അവിടെ നിന്നും ഒരു കച്ചവടമൊക്കെ നടത്തിയിട്ട് ഒരു നാടൻ തോക്ക് അയാൾ വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഈ മയാലോ ഒരു ആനയ്ക്ക് നേരെ അത് പ്രയോഗിക്കുന്നതിനിടയിൽ ആ പൊട്ടത്തോക്ക് പൊട്ടിത്തെറിക്കുകയും അയാളുടെ 3 വിരലുകൾ ചിതറിപ്പോവുകയും ചെയ്തു. എന്തായാലും മയാലോ അവർക്ക് ഒരു ആടിനെയും 2 വാഴക്കോലുകളും സമ്മാനമായിട്ട് കൊടുത്തു. അത് കണ്ടതോടെ വിശന്ന് കണ്ണ് കാണാൻ വയ്യാതിരുന്ന കാമി അഥവാ കോമി സുഹൃത്തുക്കൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ ആ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പോളിന്റെ വിശ്വസ്തനായിട്ടുള്ള കോമി ഗോത്രക്കാരൻ ഇഗാല രോഗം ബാധിച്ച് അവശനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേരിൽ 2 പേരുണ്ട്. ഒരാളെയാണ് നമ്മൾ ഇതിനു മുമ്പ് രോഗം ബാധിച്ച ചെറുക്കൻ അവന്റെ കൂടെ കാട്ടിൽ നിർത്തിയിട്ടിങ്ങ് പോകുന്നത്. ഇത് മറ്റൊരാളാണ്, സെയിം പേരാണ്. വസൂരി ബാധിച്ചിട്ട് ഈ ഇഗാലയുടെ ദേഹം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. പോൾ തന്റെ സഹോദരനെ പോലെ തന്നെയാണ് ഈ ഇഗാലയെ ശുശ്രൂഷിച്ചത്. അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അവന്റെ ദേഹം മുഴുവൻ തുടച്ചു കൊടുത്തു. ഇതിനിടെ ഇവരുടെ കൂടെ ഇപ്പോഴും ആ സമയത്തും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കള്ളന്മാരായിട്ടുള്ള അഷീറുകൾ അവരെ തിരികെ പറഞ്ഞു വിടാൻ തന്നെ നമ്മുടെ ഡൂഷയു തീരുമാനിച്ചു. ഇനി ഇവന്മാരെ ആവശ്യമില്ല. പോളിന്റെ പെട്ടിക്കകത്ത് നിന്ന് മോഷ്ടിച്ചെടുത്ത 2 തോക്കുകൾ ഇവന്മാരുടെ കൈവശം ഉണ്ടായിരുന്നു. അതിൽ ഒരു തോക്ക് കൈവശമുള്ള ഒരുത്തനോട് ആ തോക്ക് തിരികെ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ഭാവം അങ്ങ് മാറി. തന്റെ അരികിൽ ആദ്യം വരുന്നവനെ വെടിവെക്കുമെന്നാണ് അവന്റെ ഭീഷണി.
എന്നാലും മോഷ്ടിച്ച തോക്ക് തിരികെ നിലത്ത് വെച്ചില്ലെങ്കിൽ വെടിവെച്ച് തല തകർക്കുമെന്ന് കോമി ഗോത്രക്കാർ ഭീഷണിപ്പെടുത്തിയതോടെ അവൻ കീഴടങ്ങുവാൻ തയ്യാറായി. തോക്ക് താഴെ വെച്ചതും അവനും മറ്റുള്ള അഷീറുകളും കാട്ടിലേക്ക് ആ ഒരു സമയം തന്നെ ഓടിപ്പോവുകയും ചെയ്തു. എന്തായാലും അവന്മാരുടെ ശല്യം അവസാനം ഒഴിവായി. കുറേയേറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ഡു ഷെയ്യുവിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സയന്റിഫിക് ഉപകരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ അഷീറുകൾക്ക് യാതൊരു പ്രയോജനമില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും അവന്മാരെടുത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒട്ടോണ്ടോ ഗോത്രത്തലവനായിട്ടുള്ള മയാലോ തന്റെ കീഴിലുള്ള വിവിധ ഗ്രാമത്തലവന്മാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഡു ഷെയ്യുവിനെ കാട്ടിൽ വെച്ച് കണ്ടെത്തിയ തന്റെ വംശക്കാർക്ക് പ്രത്യേകം സമ്മാനങ്ങളൊക്കെ അവിടെ വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. ശേഷം വസൂരിയും പ്ലേഗും ഒക്കെ തനിയെ പടരുന്ന സാധനങ്ങളാണെന്നും അതിൽ ഈ വെള്ളക്കാരന് യാതൊരു പങ്കുമില്ല എന്നും മയാലോ പ്രഖ്യാപിച്ചു. ഇതിന്റെ പേരിൽ ചാലിയെ ആരും മാറ്റി നിർത്താൻ പാടില്ല. എന്നാൽ 4 ദിവസങ്ങൾക്ക് ശേഷം മയാലോയ്ക്ക് അസുഖം പിടിപെട്ടത് പോളിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതോടുകൂടി ഡു ഷെയ്യു ഒരു ദുഷ്ടപിശാചാണ് എന്ന് തന്നെയാണ് ആളുകൾ കരുതിയത്. അവൻ അഷീറുകളുടെ നേതാവായിട്ടുള്ള ഒലേണ്ടയെ കൊന്നു. ഇനി തങ്ങളുടെ നേതാവായിട്ടുള്ള മയാലോ ആണ് അവന്റെ ലക്ഷ്യം. അതോടെ പിന്നീടുള്ള രാത്രികളിൽ പോളിന് തീരെ ഉറക്കമില്ലാതായി. ഇതിന്റെ ഇടയിൽ ഈ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള പുൽമേട്ടില് വലിയൊരു കാട്ടുതീ അങ്ങ് ഉണ്ടായി. അത് വലിയൊരു ഭീഷണി തന്നെയാണ് ഉണ്ടാക്കിയത്. പുൽമേടുകളിൽ നിന്നും പടർന്ന തീയ് ഗ്രാമത്യാഗ വിഴുങ്ങുമോ എന്ന് പോലും പോൾ ഭയപ്പെട്ടു. കൂടാരത്തിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നിന് തീപിടിച്ചാൽ ആകെ കുഴപ്പമാകും. ഡു ഷെയ്യു ഗ്രാമവാസികളുടെ സഹായത്തോടെ അതെല്ലാം ഉടൻ തന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് മാറ്റി. എന്തായാലും ഭാഗ്യത്തിന് ഗ്രാമത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ തീയ് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. എങ്കിലും 100 കണക്കിന് ഏക്കർ പുൽമേടുകളാണ് ആ തീയിൽ നശിച്ചു പോയത്. എന്നാൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലങ്ങൾ വീണ്ടും കണ്ട പോള് അത് കണ്ട് ഞെട്ടിപ്പോയി. 1000കണക്കിന് ചിതൽപുറ്റുകളാണ് അവിടെ കണ്ടത്. പുല്ലുകൾക്കിടയിൽ നേരത്തെ തന്നെ മറിഞ്ഞിരുന്ന അവ ഈ പുല്ലുകൾ കരിഞ്ഞു പോയപ്പോഴേക്കും വീണ്ടും പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ ഇതിൻ്റെയൊക്കെ സീസണാണ്. അതിനാൽ പുൽമേടുകളിൽ തീപിടുത്തം സർവ്വസാധാരണമാണ്. തീ പിടിച്ചു കഴിയുമ്പോഴേക്കും അതെല്ലാം പിടിച്ച് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഈ പവിഴപ്പുറ്റുകളാണ് പിന്നെ കാണുക. അങ്ങനെ പവിഴപ്പുറ്റുകൾ മാത്രമുള്ള ഒരു സ്ഥലമായിട്ട് ഈ പുൽമേടുകൾ മാറുകയും ചെയ്യും. അങ്ങനെ രോഗങ്ങളും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പോളും കോമി ഗോത്രക്കാരും കുറച്ച് ദിവസങ്ങൾ കൂടി ആ ഭാഗങ്ങളിൽ ചിലവഴിച്ചു. എന്നാൽ ഒരു ദിവസം ഉച്ചയോടെ കാട്ടിൽ നിന്നും വെടിവെച്ച കേട്ടതോടെ എല്ലാവരും ആകെ ഭയന്നുപോയി. ഓടിപ്പോയ അഷീറുകൾ ആളുകളെയും കൂട്ടി യുദ്ധത്തിന് വരികയാണോ എന്നാണ് പോൾ സംശയിച്ചത്. എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറായി. എന്നാൽ അടുത്ത നിമിഷം കാട്ടിൽ നിന്നും ഉറക്കെ അലറിക്കൊണ്ട് 2 പേര് പുറത്തേക്ക് ചാടി വന്നു. അത് കണ്ടതോടെ പോൾ ഡു ഷെയ്യുവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പോളിന്റെ പ്രിയപ്പെട്ട പയ്യൻ, ആ രോഗം ബാധിച്ച പയ്യൻ മക്കണ്ടോയും കൂടെ ഉണ്ടായിരുന്ന ഇഗാലയുമായിരുന്നു അത്. അസുഖം പിടിവിട്ട് കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന മക്കണ്ടോയി ജീവനോടെ തന്നെ തിരികെ വന്നിരിക്കുകയാണ്. അവനെ കണ്ടതോടെ പോൾ ഒരു കാര്യം ഉറപ്പിച്ചു: ഇനി എന്ത് സംഭവിച്ചാലും തന്റെ കൂടെയുള്ളവരെ ഇതുപോലെ വഴിയിൽ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ തിരികെ വന്നെങ്കിലും നമ്മുടെ ഈ മക്കണ്ടോയി എന്ന് പറഞ്ഞ ആ പയ്യന്റെ കാര്യം അത്ര നല്ല രീതിയിലായിരുന്നില്ല. അവന്റെ ദേഹം മുഴുവനും വ്രണങ്ങൾ കാരണം ആകെ വികൃതമായ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും അവനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള അത്യാവശ്യം മരുന്നുകളൊക്കെ നമ്മുടെ പോൾ ഡു ഷെയ്യുവിന്റെ കയ്യിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ രക്ഷപ്പെടുത്താം എന്നൊരു വിശ്വാസം ഡു ഷെയ്യുവിന് ഉണ്ടായി. സത്യത്തിൽ കൂടുതൽ ഏറ്റവും ഇളവനായിട്ടുള്ള മക്കണ്ടോയിയെ തന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഡു ഷെയ്യു നോക്കിയത്. അദ്ദേഹം മുമ്പ് ചെയ്തതുപോലെ തന്നെ അവന്റെ ഈ മക്കണ്ടോയുടെ ശരീരം ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ തുടച്ച് വൃത്തിയാക്കി. ശേഷം അവന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് ബാക്കി ആളുകളോട് പറഞ്ഞു. അമൃത് കുടിക്കുന്നത് പോലെ ആസ്വദിച്ചാണ് അവനത് കുടിച്ചത്. എന്നാൽ താൻ പറയാതെ വേറെ സാധനങ്ങളൊന്നും കഴിക്കരുത് എന്ന് പോൾ അവനോട് പ്രത്യേകം നിർദ്ദേശിച്ചു. കുറെ കാലം പട്ടിണി കിടന്ന അവന്റെ വയറ്റിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കഴിച്ചാൽ അവന് വീണ്ടും വയറ് കേടാവാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും അന്ന് രാത്രി വളരെ കാലത്തിന് ശേഷം അവരെല്ലാവരും, പോളും ബാക്കിയുള്ള ഈ കോമി ഗോത്രക്കാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. റോബർട്ട് എച്ച് മില്ലിഗൻ എഴുതിയ ദ ഫെറ്റിഷ് ഫോക്ക് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക എന്നൊരു ബുക്കുണ്ട്. പോൾ ഡു ഷെയ്യുവിന്റെ യാത്രകൾ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോകേണ്ട ഒരു ബുക്കാണ് അത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ ഗോത്രവർഗക്കാർ കാണിക്കുന്ന പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അതിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. സകല മരണങ്ങളും, ഈ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും മന്ത്രവാദം കാരണം മാത്രമാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവർ കരുതുന്നത്. റുമാറ്റിസം ബാധിച്ച ഒരാളെ അത് അയാളുടെ പിതാവിൻ്റെ വീട്ടുകാർ മന്ത്രവാദം ചെയ്തതാണെന്ന് വിശ്വസിച്ചിട്ട് രാത്രിയിൽ അമ്മയുടെ വീട്ടുകാർ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം മില്ലിഗൺ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷയരോഗം ബാധിച്ച് മരിച്ച ഒരാളുടെ മരണം മന്ത്രവാദം കൊണ്ടാണെന്ന് ആരോപിച്ചിട്ട് ഒരടിമ അയാൾ മനുഷ്യന്റെ മാംസം കൈവച്ചിരിക്കുന്നത് കണ്ടു എന്നൊരു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അയാളെ വിചാരണ ചെയ്ത് കൊല്ലുന്നതും മില്ലിഗൺ തൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒട്ടാണ്ട പുൽമേടുകളിൽ പടർന്നു പിടിച്ച ആ വലിയ കാട്ടുതീ ഉണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ആ കാട്ടുതീ, ഗാബോണിലെ പുൽമേടുകളിൽ വേനൽക്കാലത്തിന്റെ അവസാനം എല്ലാ പുല്ലുകളും പഴയ പുല്ലുകളൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെ അവിടങ്ങളിൽ വലിയ തീയിടാറുണ്ട് എന്നാണ് മില്ലിഗൺ പറയുന്നത്.
രാത്രിയിലെ ആകാശത്തേക്ക് വലിയൊരു അഗ്നിപർവ്വതം പോലെ ഉയരുന്ന ഈ തീ കണ്ടിട്ട് പണ്ടുള്ള നാവികര് അത് ഭൂമിക്കടിയിലുള്ള നരകത്തിൽ നിന്നുള്ള തീയാണ് എന്നൊക്കെയാണ് കരുതിയിരുന്നത്. അതുപോലെ തന്നെ പോൾ ഡു ഷെയ്വിനെ ആളുകൾ ഒരു ആത്മാവാണ് എന്നാണ് കരുതി ഭയപ്പെട്ടിരുന്നത്. അതിന്റെ കാരണവും ഈ മില്ലിഗന്റെ പുസ്തകത്തിൽ കാണാം. പല ആഫ്രിക്കൻ ഗോത്രങ്ങളും വെള്ളക്കാരെ അമാനുഷിക ശക്തിയുള്ള ആത്മാക്കൾ എന്നാണ് വിളിച്ചിരുന്നത് എന്നാണ് മില്ലിഗൺ പറയുന്നത്. വെള്ളക്കാർ ഉപയോഗിക്കുന്ന ഈ കണ്ണട പോലുള്ള സാധനങ്ങൾക്ക് ആളുകളെ കുരങ്ങന്മാരാക്കി മാറ്റാൻ വരെ കഴിവുള്ള ശക്തിയുള്ള സാധനങ്ങളാണ് എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. ഒരിക്കലും കണ്ണട ധരിച്ചിട്ട് ഈ മില്ലിഗൺ കുറച്ച് അവിടെയുള്ള സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീകൾ ഭയന്ന് നിലത്ത് വീണ ഒരു സംഭവം മില്ലിഗൺ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഒട്ടോണ്ടോ സമതലങ്ങളിൽ താമസിക്കുന്ന സമയത്ത് ഡു ഷെയ്യു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. വിചാരിക്കാത്ത സമയത്ത് വസൂരിയും പ്ലേഗും വന്നതും അതുമൂലം ആളുകൾ നഷ്ടപ്പെട്ടതും സാധനങ്ങൾ മോഷണം പോയതുമെല്ലാം ഈ യാത്ര കൂടുതൽ വൈകിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നൈൽ നദിയുടെ ഉത്ഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ദൂരം പോകേണ്ടി വരുമെന്ന് ഒരു നിശ്ചയവുമില്ല. എങ്കിലും പ്ലേഗും വസൂരിയും തന്നെ മാത്രം തൊടാത്തതിൽ പോളിന് അത്ഭുതം തോന്നി. ഈ നാട്ടില് ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. പക്ഷേ ഈ ഒട്ടോണ്ടോ പുൽമേടുകൾ വിട്ട് എപ്പോഴാണ് പോകാൻ സാധിക്കുക എന്നത് ശരിക്കും ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ഇതേ സമയം തൊട്ടടുത്തുള്ള പുൽമേടുകളിൽ നിന്നും തന്റെ വേട്ട നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഡു ഷെയ്യു ഇത്തരം ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. തന്റെ 6 നായ്ക്കൾ ചേർന്നിട്ട് ഒരു മാനിനെ ഓടിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. 3 നായ്ക്കൾ അതിന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടപ്പാണ്. മറ്റുള്ള നായ്ക്കൾ അതിനെ പുറകിൽ നിന്നും കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ ഡു ഷെയ്യുവിന്റെ ഈ 2ാമത്തെ വീഡിയോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആതിരപ്പള്ളി വഴി ഒന്ന് പോകേണ്ടി വന്നു. ചാലക്കുടി പുഴയിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്നതാണ് അത്ഭുതം. രാത്രിയിൽ പുഴ മറികടക്കുന്ന സമയത്താവണം ഒരു കുട്ടി മാന് ഇടയ്ക്കുള്ള പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയി. എന്നാൽ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും പാറയുടെ മുകളിൽ മാൻ നിൽക്കുന്ന കണ്ട ഒരു നായ എങ്ങനെയോ ആ പാറയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ കുര കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കിയത്. തുടക്കത്തിൽ ആ നായ മാൻകുട്ടിയെ കടിച്ചു കീറും എന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിലും ഫോണിലൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ കുരച്ച് അവനെ അവിടെ നിന്നും ചാടിക്കാനാണ് നോക്കുന്നത് എന്നാണ് തോന്നിയത്. രണ്ടും കൂടെ അവിടെ കിടന്ന് കളിക്കുകയാണ്. എന്തായാലും ഇതിനോടകം നാട്ടുകാരിൽ ഒരാൾ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ അതേ വഴിയിലൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മാനോ നായയോ ആ പാറക്കെട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡു ഷെയ്യുവിന്റെ യാത്രയിലെ ഈ പറഞ്ഞ ഭാഗമാണ് ഓർമ്മ വന്നത്. എന്തായാലും നായ്ക്കളെ കടിച്ചു കീറുന്നതിന് മുമ്പ് തന്നെ ഡു ഷെയ്യു ഒറ്റ വെടിക്ക് തന്നെ ആ മാനിനെ താഴെ വീഴ്ത്തി. വലിയൊരു മാൻ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യത്തിന് മാംസം വീതിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ഡു ഷെയ്യുവിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ മാസമായി. കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നാവുന്നുണ്ട്. ഗ്രാമത്തലവൻ മയാളുടെ അസുഖം കുറച്ച് ഭേദമായിട്ടുണ്ട്. പയ്യൻ മക്കണ്ടോയുടെ അവസ്ഥയും ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ തനിക്ക് അസുഖം വന്നത് ആരോ മന്ത്രവാദം ചെയ്തുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഈ മയാലോ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും തനിക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം കരുതുന്നത്. മന്ത്രവാദത്തിന് മറുമരുന്ന് മന്ത്രവാദം തന്നെ. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അയാള് ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി. കണ്ടാൽ ആരും ഭയന്നു പോകുന്ന രീതിയിലായിരുന്നു അയാളുടെ വേഷവിധാനങ്ങൾ. ദേഹം മുഴുവനും ചുവപ്പ്, വെള്ള, കറുപ്പ് നിറങ്ങളിൽ ചായം വാരി പൂശിയിട്ടുണ്ട്. മൃഗങ്ങളുടെ എല്ലുകളും പല്ലുകളും ഏതോ മരത്തിന്റെ ഉണങ്ങിയ കായകളും ഒക്കെ ചേർത്ത് കൂട്ടിക്കെട്ടിയ ഒരു മാലയാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അരയിൽ തുകല കൊണ്ടുള്ള വലിയൊരു ബെൽറ്റ് ഉണ്ട്. അതിൽ ഒഗേലുങ്കു എന്നൊരു പക്ഷിയുടെ തൂവലുകൾ തൂക്കിയിട്ടുണ്ട് എന്നാണ് പോൾ എഴുതിയിരിക്കുന്നത്. ഇത് അവരുടെ ഭാഷയുള്ള പേരാണ്. എനിക്ക് തോന്നുന്നത് ഇത് ടുറാക്കോ എന്ന പക്ഷിയുടെ തൂവലുകൾ ആണെന്നാണ്. ഈ പക്ഷിയുടെ കടും ചുവപ്പും പച്ചയും ഒക്കെ കലർന്ന മനോഹരമായ തൂവലുകൾ ആഫ്രിക്കൻ മന്ത്രവാദത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇവയുടെ ചിറകുകൾ വിടർത്തി കഴിയുമ്പോഴേക്കും തിളക്കമുള്ള ഒരു ചുവന്ന നിറം കാണാൻ പറ്റും. മഴ വരുമ്പോഴേക്കും ഈ നിറം ഇളകിപ്പോവും എന്നൊക്കെയാണ് അക്കാലത്ത് ആഫ്രിക്കൻസ് കരുതിയിരുന്നത്. നമ്മുടെ മന്ത്രവാദിയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്. അത് കുരങ്ങിന്റെ തോല് കൊണ്ട് നിർമ്മിച്ചതാണ്. അയാൾ വന്നയുടൻ ഒരു വലിയ പാത്രത്തിന്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ലക്ഷണങ്ങളാകെ മോശമാണല്ലോ എന്ന രീതിയിലായിരുന്നു അയാളുടെ നോട്ടവും പെരുമാറ്റവും. ഇത് കഴിഞ്ഞിട്ട് ഒരു പന്തം കത്തിച്ചിട്ട് കുറച്ചു നേരം അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ പന്തം പിന്നീട് പാത്രത്തിലെ വെള്ളത്തിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ട് അയാൾ എന്തൊക്കെയോ പിറുപിറുത്തു. ഇതേ സമയം ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ഒരക്ഷരം മിണ്ടാതെ പേടിയോടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയാണ് ശത്രുവുള്ളത്. അവൻ ഈ ഗ്രാമത്തെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാൽ ഇവിടെ ഇനിയും ഇത്തരം അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞാലല്ലേ ഇങ്ങനെ ഇനി ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ. പക്ഷേ ഇത് കേട്ടതോടെ അവിടെ കൂടിയിരുന്ന ആളുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പെരുമാറിയത്. അവൻ ആരായാലും അവനെ ഞങ്ങൾ കണ്ടെത്തും, കൊല്ലും എന്നൊക്കെയാണ് അവരെ അലറിക്കൊണ്ട് പറയുന്നത്. പിറ്റേന്ന് ആ ഗ്രാമത്തിലെ വഴികളെല്ലാം വിജനമായി. പരിചയമില്ലാത്തവർ ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗ്രാമത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചു. ശേഷം ഗ്രാമത്തിൽ സംശയമുള്ളവരെ കൊണ്ട് മൗണ്ടു എന്ന് പറഞ്ഞ പാനീയം അവർ കുടിപ്പിച്ചു. ആഫ്രിക്കൻ ഗോത്രങ്ങൾക്കിടയിൽ
കുറ്റവാളികളെയും മന്ത്രവാദികളെയൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പാനീയമാണ് മൗണ്ടു. ഗ്രാമത്തിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും മരണം നടന്നാൽ അതിന്റെ കാരണം കണ്ടെത്തുവാനായിട്ട് ഗോത്ര വൈദ്യന്മാർ അവർ ഈ മൗണ്ടു അങ്ങ് കുടിക്കും. ഇത് കുടിച്ച ശേഷം അവർക്ക് അദൃശ്യമായ കാര്യങ്ങൾ കാണാനും ആരാണ് ദുർമന്ത്രവാദം നടത്തിയത്, ആരാണ് കുറ്റവാളി എന്നൊക്കെ കണ്ടെത്തുവാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവര് വിശ്വസിക്കുന്നത്. ഈ സാധനത്തിന്റെ കൂട്ടെന്താണെന്ന് നമ്മുടെ പോൾ ഡൂഷേവിന് പോലും പിടികിട്ടിയില്ല. അതുപോലെ ഒരാൾ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടാൽ അത് തെളിയിക്കുവാനായിട്ട് ആ കുറ്റവാളിയെ കൊണ്ടും ഈ മൗണ്ടു കുടിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ മയാലോയുടെ ഗ്രാമത്തിൽ ഈ മൗണ്ടു കുടിച്ച ആളുകളുടെ വയറ് വീർത്തതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവസാനം ആണുങ്ങളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായതോടെ ഒരു മന്ത്രവാദിനിയെയാണ് മയാലോ പിന്നീട് വിളിച്ചു വരുത്തിയത്. പുള്ളിക്കാരി പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. ഏതാണ്ട് 60 വയസ്സുള്ള ദേഹം മുഴുവനും പച്ച കുത്തിയ ഒരു സ്ത്രീയായിരുന്നു അത്. ഒരു പെട്ടിയും അവരുടെ കയ്യിലുണ്ട്. അവര് മയാളുടെ നെഞ്ചിൽ ചോക്ക് കൊണ്ട് ഒരു അടയാളം വരച്ചു. എന്നിട്ട് ചില ഇലകൾ ചവച്ചരച്ച ശേഷം നെഞ്ചിൽ ആ അടയാളമിട്ട സ്ഥലത്തേക്ക് തുപ്പി. ഇതിനുശേഷം ഒരു പിടി ഉണക്കപ്പുല്ല് കയ്യിലെടുത്തിട്ട് അതിന് തീ കൊളുത്തി. എന്നിട്ട് നമ്മുടെ ഈ ഗോത്രത്തലവനായിട്ടുള്ള മയാലോ അയാളുടെ ശരീരത്തിൽ അതുകൊണ്ട് ആ ഒരു കത്തിച്ച പുല്ല് കൊണ്ട് ദേഹം മുഴുവൻ ഒഴിയാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ ഈ കത്തുന്ന പുല്ല് ദേഹത്ത് തൊടുമ്പോഴേക്കും മയാലോ ഇക്കിളിടുന്നത് പോലെ ഞെട്ടുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നും അസുഖങ്ങളും മയാളുടെ ശരീരത്തിലേക്ക് ദേഹത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവര് ഈ മന്ത്രവാദിനി പോളിനോട് പറഞ്ഞത്. ദേഹം മുഴുവൻ അത്യാവശ്യം പൊള്ളി കിട്ടിയതോടെ മയാലോയ്ക്കും തൃപ്തിയായി. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ മയാലോ പൂർണ്ണമായിട്ടും അസുഖം ഭേദപ്പെട്ട് ആരോഗ്യവാനായിട്ട് മാറി. നാട്ടുകാർക്ക് മുഴുവനും മദ്യ സൽക്കാരം നടത്തിയിട്ടാണ് അയാളത് ആഘോഷിച്ചത്. പോൾ ഡൂഷെ എന്ന ഉഗൂസി ഇവിടെ വന്നാൽ ഈ മയാലോ രോഗം ബാധിച്ച് മരിക്കും എന്നൊക്കെയാണല്ലോ ആളുകൾ കരുതിയിരുന്നത്. എന്നാൽ തനിക്കൊന്നും പറ്റിയില്ല, തന്റെ തീരുമാനം ശരിയായിരുന്നു എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അയാൾ ആളുകളെ വിളിച്ചിട്ട് സൽക്കാരം നടത്തിയത്. നാട്ടുകാർ പിടികൂടിയ വലിയൊരു കുരങ്ങിന്റെ ഇറച്ചിയാണ് മയാലോ ഡൂഷെയുവിന് സമ്മാനമായിട്ട് കൊടുത്തത്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും അയ്യേ കുരങ്ങിറച്ചിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയണ്ട എന്ന് പോൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇതൊന്ന് രുചിച്ചു നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ താൻ എടുത്ത ഫോട്ടോകളൊക്കെ മയാലോയെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതിയിട്ട് പോള് അദ്ദേഹത്തെ തന്റെ ടെന്റിലേക്ക് ഒന്ന് ക്ഷണിച്ചു. ഫോട്ടോകളും മറ്റു ഉപകരണങ്ങളൊക്കെ ആ ടെന്റിനകത്ത് കണ്ടതോടെ ഇതേതോ മന്ത്രവാദമാണ് എന്നും പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് മയാലോ ടെന്റിന് പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത്. അക്കാലത്ത് ആഫ്രിക്കൻ ഗോത്ര ജനതയ്ക്ക് ഫോട്ടോഗ്രാഫിയെ ഭയമായിരുന്നുകൊണ്ട് തന്നെ പലവിധ ട്രിക്കുകൾ പ്രയോഗിച്ചിട്ടാണ് പര്യവേഷകർ ഫോട്ടോ എടുത്തിരുന്നത്. അക്കാലത്തെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് മൃഗങ്ങളുടെ ഫോട്ടോ എടുക്കുവാനും വലിയ പ്രയാസമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവം റിച്ചാർഡ് ലിഞ്ച് ഗാർണർ എന്ന് പറഞ്ഞ ഒരാള് തന്റെ ഗോറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1892 ഗാമോണിലെ തന്റെ യാത്രക്കിടയിൽ ഗൊറില്ലകളുടെ കാൽപ്പാടുകൾ കണ്ട ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഗൊറില്ലയെ കൊണ്ട് അവന്റെ തന്നെ ഫോട്ടോ എടുപ്പിക്കാനാണ് ഗാർണർ ശ്രമിച്ചത്. ആദ്യമേ തന്നെ ക്യാമറ വെക്കുവാനായിട്ട് വേണ്ടിയിട്ട് കമ്പുകൾ കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. ക്യാമറ ബട്ടൺ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുളങ്കമ്പ് വെച്ചിട്ട് ഒരു ട്രിഗർ സെറ്റ് ചെയ്തു. ഈ ട്രിഗറിൽ നിന്നും ഒരു ചരട് വലിച്ചിട്ട് നിലത്തുള്ള ഒരു കുറ്റിയിലേക്ക് വലിച്ചു കെട്ടി. ശേഷം ചരടിൽ കുറേയേറെ പഴങ്ങൾ കെട്ടിത്തൂക്കിയിട്ടു. ഗൊറില്ല പഴങ്ങൾ എടുക്കുമ്പോഴേക്കും ചരട് വലിയോ പൊട്ടുകയോ ചെയ്യും. ആ സമയത്ത് ട്രിഗർ ഓണാകും, ക്യാമറ ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു ഈ ഗാർണറുടെ പദ്ധതി. കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചെത്തി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചരട് പൊട്ടിയിട്ടുണ്ട്, ക്യാമറ ക്ലിക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ മുന്നിലെ കുറച്ച് ഇലകളുടെ ചിത്രം മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതാണ് കണ്ടത്. വേണ്ടത്ര വെളിച്ചമില്ലായിരുന്നതാണ് പ്രധാന കാരണം. പിന്നീട് 2 തവണയും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ 3ാമത്തെ ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചു. ക്യാമറ ക്ലിക്കായ ആ സമയത്ത് നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. ഗൊറില്ലയുടെ ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ വെളിച്ചം പതിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മിക്ക ഭാഗങ്ങളിലും ഇലകളുടെ നിഴലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഗൊറില്ലയുടെ തലയുടെയും മുഖത്തിന്റെയും ഇടത്ത് ഭാഗവും ഇടത്തെ തോളും കൈയും ആ ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൊറില്ല കുനിഞ്ഞിരുന്ന് തന്റെ കൈ ഇടത്തുകൈ ഉപയോഗിച്ചുകൊണ്ട് പഴം എടുക്കുന്നതാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ശരീരത്തിന്റെ വലത്ത് ഭാഗം ഈ ചിത്രത്തിൽ കാണാനേ ഇല്ലായിരുന്നു. തീരെ വ്യക്തമല്ലായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ബുക്കിൽ ആ ഫോട്ടോ ചേർക്കാനും പോയില്ല. പറഞ്ഞു വന്നത് നമ്മുടെ ഈ പോൾ ഡൂഷയും ഈ പറഞ്ഞ ഗാർണർ ഇങ്ങനെയുള്ള പര്യവേഷകര് യാത്രികര് അക്കാലത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1865 മെയ് 30 പോൾ ഡൂഷയും സംഘവും മയാളുടെ ഗ്രാമത്തിൽ നിന്നും യാത്ര തിരിച്ചു. ഇനി അപ്പാണോ എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലേക്കാണ് അവരുടെ യാത്ര പോകുന്നത്. ഇന്നത്തെ ഗാമോണിന്റെ തെക്കൻ ഭാഗങ്ങളാണ് ഡൂഷയി പറയുന്ന അപ്പാണോ. പോൾ ഇപ്പോൾ കടന്നു വന്ന അഷീര, ഒട്ടോണ്ടോ എന്നീ ഗോത്രങ്ങൾ സംസാരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഈ അപ്പോണോ ജനതയും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷന് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പോളിനെ അപ്പാണോ ഗോത്രക്കാരുടെ അരികിൽ വരെയും കൊണ്ടെത്തിക്കുവാനായിട്ട് നമ്മുടെ മയാലോയും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുനു അല്ലെങ്കിൽ ബാപ്പുനു എന്നറിയപ്പെടുന്ന ഗോത്രമാണ് പോൾ ഡൂഷയി പറയുന്ന അപ്പാണോ എന്നാണ് കരുതപ്പെടുന്നത്. ഇങ്കുനി നദിയുടെ കരകളിലാണ് ഈ അപ്പാനോ വനങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത്. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കിടന്നിരുന്ന ഈ തെക്കൻ കാടുകൾ
അക്കാലത്ത് അങ്ങേയറ്റം അപകടം പിടിച്ചതും അതേസമയം ഇതുപോലുള്ള സാഹസികർക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു. ഇവിടെയുള്ളവർ പല ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം മുഖംമൂടിയുണ്ട്. കറുപ്പും വെളുപ്പും ഒക്കെയാണ് അതിൻ്റെ കളറ്. ഇങ്കുനി നദിയുടെ തീരങ്ങളിലെ രാത്രികളിൽ തീപ്പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ഇവർ ഈ പറഞ്ഞ മുഖംമൂടികൾ ധരിച്ച് നടത്തിയിരുന്ന നൃത്തങ്ങൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും എന്നാൽ അതിമനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. പോളും സംഘവും ഒറ്റ വരിയായിട്ടാണ് നടന്നിരുന്നത്. ഇഗാല ഏറ്റവും മുന്നിലും മയാലോയും പോളും ഏറ്റവും പിന്നിലുമായിട്ടാണ് നീങ്ങുന്നത്. ആയിരക്കണക്കിന് ചിതൽപുറ്റുകളാണ് ആ വഴിയുടെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നത്. അവയ്ക്കിടയിലൂടെ ഒരു വിചിത്ര ലോകത്തിലൂടെ നടക്കുന്നത് പോലെയാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. 7 മൈൽ യാത്രയ്ക്ക് ശേഷം അവര് നോംബ ഒമ്പാന എന്ന മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. മയാലോ പണ്ട് ഇതിന്റെ മുകളിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ആരോ മന്ത്രവാദം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് അയാൾ പിന്നീട് തന്റെ ഗ്രാമം താഴേക്ക് മുമ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയതാണ്. ഈ മയാലോയുടെ പഴയ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ മലയിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭൂപ്രകൃതി ആകെ മാറിത്തുടങ്ങി. ചുറ്റിനും ധാരാളം പനകളാണ് ഇപ്പോഴുള്ളത്. കള്ള് ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചുരക്കാ തോടുകൾ പനകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോൾ കണ്ടിരുന്നു. അവസാനം മൗവണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിനടുത്ത് അവർ എത്തിച്ചേർന്നു. ആ ഗ്രാമത്തലവൻ ഈ പറഞ്ഞ നമ്മുടെ കൂടെയുള്ള മയാലോയുടെ സുഹൃത്താണ്. അവിടെ വലിയൊരു സ്വീകരണം പ്രതീക്ഷിച്ച പോളിന് പക്ഷെ തെറ്റി. ഇവര് ദൂരെ നിന്ന് വരുന്നത് കണ്ടതോടെ ഗ്രാമത്തിലുണ്ടായിരുന്നവർ ജീവനും കൊണ്ട് പരക്കം പാഞ്ഞു. ഡൂഷയും വസൂരിയും കൊണ്ടാണ് വരുന്നത് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പോളും സംഘവും ഗ്രാമത്തിൽ കടന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആകെ വിജനമായിരുന്നു. പക്ഷെ ഗ്രാമത്തലവനായിട്ടുള്ള എഞ്ചിങ്കെ എങ്ങേനും അയാളെ ഉപേക്ഷിച്ച് പോകാതിരുന്ന മറ്റു 2 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. സുഹൃത്തായ മയാലയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രാമത്തലവൻ എഞ്ചിങ്കെ എങ്കേയൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ഊസി ആള് പാവമാണ്. ഇദ്ദേഹം വസൂരി കൊണ്ടുവരുന്ന ആളായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഓടിപ്പോയ നിങ്ങളുടെ ആളുകളോട് മടങ്ങി വരാൻ പറ. ഇതേസമയം പോൾ ഒരു മാല എടുത്തിട്ട് ഈ എഞ്ചിങ്കെ എങ്കേനെ അണിയിച്ചു. ശേഷം ഗ്രാമത്തിൽ പലയിടത്തായിട്ട് വേറെ ചില സമ്മാനങ്ങൾ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്തു. ചില മാലകൾ ആൾക്കാർ കാണുകയും ഓടിപ്പോയ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് മരങ്ങളിൽ തൂക്കിയിട്ടു. അവസാനം ഇതൊക്കെ കണ്ടതോടെ രാത്രി ആയതോടെയാണ് ഇതെല്ലാം കണ്ട് ആളുകൾ ഭയം മാറിയിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്. പിറ്റേന്ന് രാവിലെ പോൾ ആ ഗ്രാമം മുഴുവനും ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങിക്കണ്ടു. ഗ്രാമത്തിന്റെ പുറകിൽ വലിയൊരു വാഴത്തോട്ടമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഈ അപ്പോണ ഗോത്രക്കാരും പോളും വലിയ സുഹൃത്തുക്കളായിട്ട് മാറി. ഇംബാംബ എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അങ്ങനെ ഒടുക്കം മൗവണ്ടി എന്ന ആ ഗ്രാമത്തിൽ നിന്നും യാത്ര തുടരുവാൻ തന്നെ പോള് തീരുമാനിച്ചു. എഞ്ചിങ്കി എങ്കേനും മയാലയും കുറച്ച് ദൂരം കൂടി ഈ ഇദ്ദേഹത്തിന്റെ കൂടെ വരാം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് 2 ഗോത്രത്തലവന്മാർ, നേരത്തെ കൂടെ വന്ന മയാലോ, ഇപ്പോഴും കണ്ട എഞ്ചിങ്കി എങ്കേൻ, ഈ 2 പേരും ഇനിയും കുറച്ച് ദൂരം കൂടെ നമ്മുടെ പോൾ ഡു ഷെയ്വിന്റെ കൂടെ തന്നെ വരാം എന്നാണ് പറയുന്നത്. പക്ഷെ പോകുന്നതിന്റെ തലേദിവസം രാത്രിയിൽ ഈ 2 തലവന്മാരുടെ കൂടിയിട്ട് പനങ്ങളിൽ കാര്യമായിട്ട് തന്നെ കുടിച്ചു. എന്നിട്ട് ബോധം കെട്ട് ഉറങ്ങി അങ്ങ് പോയി. പിറ്റേന്ന് പോകേണ്ട സമയമായി കഴിഞ്ഞപ്പോഴേക്കും കുടിച്ച് പൂസായിട്ട് കിടക്കുന്ന ഈ 2 കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോൾ ഡു ഷെയ്വിന്റെ സമല അങ്ങ് തെറ്റി. ഇദ്ദേഹം എന്ത് ചെയ്തു? മിച്ചമുണ്ടായിരുന്ന മദ്യം നിറച്ചിരുന്ന ചുരക്കാ തോടുകൾ പൊട്ടിച്ചു കളഞ്ഞു. എഞ്ചിങ്കി എങ്കൻ ഒരു ഗ്ലാസ്സെങ്കിലും മിച്ചം വെക്കാവോ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന കാഴ്ച കണ്ടിട്ട് ഡു ഷെയ്വിന്റെ കൂടെ ഉണ്ടായിരുന്ന കോമി വർഗ്ഗക്കാർക്ക് ചിരി പൊട്ടി. കുടിച്ച് പൂസാണെങ്കിലും താൻ കൂടെ തന്നെ വരാമെന്ന് തന്നെയാണ് ഈ 2 തലവന്മാരും ഇപ്പോഴും പറയുന്നത്. അവസാനം യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിങ്കി എങ്കൻ ഏറ്റവും പുറകിൽ ആടിയാണ് നടന്നത്. 3/4 മണിക്കൂറിന് ശേഷം അവരൊരു നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ഈ എഞ്ചിങ്കി എങ്കന്റെ വലിയൊരു വഞ്ചി കിടപ്പുണ്ടായിരുന്നു. ആ വലിയ വഞ്ചിയിൽ 7 തവണയായിട്ടാണ് ഡു ഷെയ്വിന്റെ സാധനങ്ങൾ മുഴുവനും അക്കരെ കൊണ്ടങ്ങ് എത്തിച്ചത്. തോണി 7ാമത്തെ യാത്രയും കഴിഞ്ഞിട്ട് ആളുകൾ തിരികെ വന്ന് കരയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് അകലെ നിന്നും നമ്മുടെ എഞ്ചിങ്കി എങ്കൻ ആടി തീരത്തേക്ക് വന്നത്. എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് അങ്ങേര് വേച്ച് വരുന്നത്. അപ്പോൾ സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. ഇയാൾ കാരണം ഒരു ദിവസം മുഴുവനും പോയി കിട്ടി. ദേഷ്യം വന്ന പോള് വഞ്ചിയിലേക്ക് ചാടി കയറിയിട്ട് പെട്ടെന്ന് തുഴഞ്ഞു പോകാനായിട്ട് തന്റെ ആളുകളോട് പറഞ്ഞു. എഞ്ചിങ്കി എങ്കൻ നദിക്കരയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തോണി ഏതാണ്ട് പകുതി ദൂരം വരെയും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ആദ്യം അലറി, പിന്നെ അപേക്ഷിക്കുവാൻ തുടങ്ങി. അവസാനം ഈ അപേക്ഷ കരച്ചിലായിട്ട് മാറി. പോള് വഞ്ചിയിൽ പുറം തിരിഞ്ഞാണ് ഇരുന്നിരുന്നത്. തിരിഞ്ഞു നോക്കാതെ തോണി തൊഴിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ആളുകളോട് ആജ്ഞാപിച്ചു. അവസാനം അക്കരെ ചെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും മറുകരയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന എഞ്ചിങ്കി എങ്ങനെയാണ് പോള് കണ്ടത്. അവസാനം അയാളെ ഇക്കരയ്ക്ക് കൊണ്ടുവരാൻ തന്നെ പോള് ആളുകളോട് പറഞ്ഞു. തോണിയിൽ നദി മുറിച്ചു കിടക്കുന്ന സമയത്ത് പലതവണ ബാലൻസ് തെറ്റിയിട്ട് ഈ എഞ്ചിങ്കി എങ്കൻ വെള്ളത്തിൽ വീഴാൻ ഭാവിച്ചെങ്കിലും ഒരുവിധം അയാൾ അപ്പുറം കടന്നു. ഇതേസമയം 2 ദിവസം തുടർച്ചയായിട്ട് മദ്യപിച്ചത് കാരണം പാവം മയോലേക്ക് അന്ന് രാത്രി കടുത്ത പനി ബാധിച്ചു. അതുകൊണ്ട് തന്നെ നദിയുടെ തീരത്ത് തന്നെയാണ് അന്നത്തെ രാത്രി അവർ കഴിച്ചു കൂട്ടിയത്. അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിറകിന് ബുദ്ധിമുട്ടുണ്ടായില്ല. രാത്രി 10 മണിയോടെ കാവൽ നിന്നിരുന്ന 3 കാമി ഗോത്രക്കാരും പോള് ഒഴികെയുള്ള സകലരും
നല്ല ഉറക്കമാകുകയും ചെയ്തു. നായ്ക്കളും തീയുടെ അടുത്തായിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നതെന്ന് ഡൂഷെയ്യുന് തോന്നി. പിറ്റേന്ന് രാവിലെ 6:15 തന്നെ അവർ ക്യാമ്പിൽ നിന്നും യാത്ര തിരിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും തലയ്ക്ക് അത്യാവശ്യം വെളിവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവര് ആ കാട്ടിൽ നിന്നും ഒരു പുൽമേട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒട്ടനവധി ഗ്രാമങ്ങൾ ഇങ്ങനെ കാണാമായിരുന്നു. അവർക്കെല്ലാം ഒരുപാട് ധനമുള്ള ഒരു വെള്ളക്കാരൻ ഈ വഴി വരുന്നുണ്ട് എന്ന വിവരം മുന്നേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവരെല്ലാം വഴിവെക്കിൽ നിന്നുകൊണ്ട് പോളിനോട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചപേക്ഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ നമ്മുടെ ഈ എൻജിങ്കെങ്കയെ സ്വാധീനിക്കാനും ശ്രമിച്ചു. ധാരാളം അടിമകളെ തരാം എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. ഡൂഷെയുവിനെ കാണുവാനായിട്ട് സ്ത്രീകളും കുട്ടികളും വഴിവെക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഡൂഷെയു ഒന്ന് നിന്ന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്യും. വീണ്ടും അദ്ദേഹം നടത്തം തുടർന്നാൽ അവർ പുറകെ വരാനും തുടങ്ങും. അവസാനം ചാലിയെ പിന്തുടർന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവര് തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു. ഉച്ചയോടെ അവർ മരങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു താഴ്വരയിലാണ് വിശ്രമിച്ചത്. അതിലൂടെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ ഓരങ്ങളിലിരുന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണവും വിശ്രമവും ഒക്കെ ആയിട്ട് 1 മണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം അവർ വീണ്ടും യാത്ര തുടങ്ങി. അവർ കാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പല ദിക്കുകളിലേക്കും പോകുന്ന ഒട്ടനവധി വഴികളാണ് കണ്ടത്. അതിലൊന്ന് നേരെ കിഴക്കോട്ട് നിരവധി അപ്പോണോ ഗ്രാമങ്ങളിലേക്കാണ് പോയിരുന്നത്. എന്നാൽ അതിലൂടെ പോകുന്നതിനെ എൻജിങ്കെങ്കയെ എതിർത്തു. അതുകൊണ്ട് ഡൂഷെയു കോമ്പസ് നോക്കിയിട്ട് തെക്ക് കിഴക്ക് ദിശയിലുള്ള മറ്റൊരു വഴിയിലൂടെ യാത്ര തുടരാനായിട്ടാണ് തീരുമാനിച്ചത്. വലിയൊരു പുൽമേടിലൂടെ 3 മണിക്കൂർ യാത്ര ചെയ്ത ശേഷം അവര് മാറ്റിംബിയ ഇരുമ്പ അഥവാ കല്ലുകളുടെ പുൽമേട് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അതിനും അപ്പുറത്ത് ഡിലോലോ എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു ഉണ്ടായിരുന്നത്. പോളും സംഘവും ഇപ്പോൾ വന്ന വഴി നേരെ അങ്ങോട്ടേക്ക് ആ ഗ്രാമത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഗ്രാമത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടുള്ള പ്രവേശനം അവരങ്ങ് തടഞ്ഞു. ആ ഗ്രാമത്തിലെ പോരാളികളെല്ലാം ആണുങ്ങളെല്ലാം പുറത്ത് കാവൽ നിൽക്കുന്നതാണ് അവർ കണ്ടത്. ഡൂഷെയുവിന്റെ കൂടെയുള്ള ആളുകളെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ ആഫ്രിക്കൻസ് ആണല്ലോ, അവരെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വഴിയിൽ ചില മാന്ത്രിക വസ്തുക്കളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ആണുങ്ങളുടെ കയ്യിൽ കുന്തവും അമ്പും വില്ലും ഒക്കെ കാണുന്നുണ്ട്. അതോടെ അവിടെ കയറാതെ ഗ്രാമത്തിന്റെ ഒരു വശത്തുകൂടി കടന്നു പോകാനായിട്ട് പോളും സംഘവും വഴി മാറി നടന്നു. ആ സമയം ഒഗൂസിയെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് അവർ എൻജിങ്കെങ്ങിനെതിരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഡൂഷെയു വസൂരിയും പ്ലേഗും കൊണ്ടുവരുമെന്നാണ് അവർ കേട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ ശ്രമിച്ചാൽ യുദ്ധം ഉണ്ടാവും, ഇതാണ് അവർ ഉറക്കെ വിളിച്ചു പറയുന്നത്. പോളിനെയും സംഘത്തെയും ഓടിക്കാനായിട്ട് പുരുഷന്മാര് കുന്തവും പിടിച്ച് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ചാടി കളിക്കുന്നുണ്ട്. പോളിന്റെ കൂടെയുള്ള എൻജിങ്കെന്റെ ആളുകളുടെ കയ്യിൽ കുന്തങ്ങളുണ്ട്. പോളിന്റെ സ്വന്തം കാമി ഗോത്രക്കാരുടെ കയ്യിൽ തോക്കുകളുമുണ്ട്. അതുകൊണ്ട് യുവമാർ കിടന്ന് എന്ത് കാണിച്ചാലും ഇദ്ദേഹത്തിന് ഭയക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പെട്ടെന്ന് പുൽമേടിന്റെ പല ഭാഗങ്ങളിലായിട്ട് തീ കത്താൻ തുടങ്ങിയത് പോൾ ശ്രദ്ധിച്ചു. അവരെ കൊല്ലാനായിട്ട് ആ ഗ്രാമത്തിലെ ആളുകൾ പുല്ലിന് തീയിട്ടതാണ്. വളരെ പെട്ടെന്നായിരുന്നു തീ ആളിപ്പടർന്നത്. അതോടുകൂടി പോളും സംഘവും നടന്നതിന്റെ വേഗത കൂട്ടുകയും ഗ്രാമത്തിന് സമീപത്തുകൂടി അടുത്ത വഴിയിലെത്തുകയും ആ സ്ഥലത്തിന്റെ പിൻഭാഗത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഗ്രാമവാസികൾ ഒരു സംഘം അവരുടെ നേർക്ക് തന്നെ നടന്നു വന്നു. പെട്ടെന്ന് വിഷം പുരട്ടിയ 2 അമ്പുകൾ എവിടെ നിന്നോ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. എന്നാൽ ഭാഗ്യത്തിന് ആർക്കും പരിക്കേറ്റില്ല. അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് കരുതിയിട്ട് പോള് തന്റെ ആളുകളോട് വെടിവെക്കരുത് എന്ന് കർശന നിർദ്ദേശം നൽകി. തന്റെ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും അവർക്ക് ധൈര്യം കൂട്ടുവാൻ വേണ്ടിയിട്ടും എൻജിങ്കെങ്കൻ അവർക്ക് ഇടയിലൂടെ നടക്കുകയും എൻജിങ്കെങ്കന്റെ ആളുകൾക്ക് യുദ്ധത്തെ ഭയമില്ല എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ചിതറിപ്പോകാതെ അടുത്തടുത്തായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് പോൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവരുടെ ഈ ശാന്തത ഭയമാണ് എന്നാണ് ഗ്രാമവാസികൾ തെറ്റിദ്ധരിച്ചത്. അക്കൂട്ടത്തിൽ ഒരാൾ അലറിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ട് വില്ല് കൊലച്ച ശേഷം താൻ ഇപ്പോൾ തന്നെ ആരെങ്കിലും അമ്പെയ്ത് കൊല്ലും എന്ന മട്ടില് തൊട്ടരികിൽ തന്നെ വന്നു നിന്നു. എന്നാൽ അടുത്ത നിമിഷം പോളിന്റെ കോമി ഗോത്രക്കാർ യുദ്ധകാഹളം മുഴക്കുകയും അവന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്തതോടെ അവൻ പേടിച്ച് വില്ലും താഴെയിട്ടിട്ട് അലറിക്കൊണ്ട് ഓടിപ്പോയി. ഇതിനിടെ എൻജിങ്കെങ്കൻ ഗ്രാമവാസികളോട് ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വരവ് കൂടി ഇതുവഴി വരും, അന്ന് നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ചുട്ടുകരിക്കും. എന്നാൽ ഇതേ സമയം പുൽപ്പടർപ്പുകളിലെ തീ ആളിക്കത്തിയിട്ട് അവരുടെ അരിയിലേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഡൂഷെയു ആകാശത്തേക്ക് വെടിവെച്ചു. അത് കണ്ട് ഭയന്ന് ഗ്രാമവാസികൾ പിന്തിരിയുവാൻ തുടങ്ങി. എന്നാൽ തീ അപ്പോഴേക്കും പോളിന്റെയും സംഘത്തിന്റെയും തൊട്ടരികിൽ വരെയും എത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രദേശം മുഴുവൻ കത്തിയെറിയുന്നത് പോലെയാണ് പോളിന് തോന്നിയത്. തീ പിടിക്കാത്ത കുറച്ച് ഭാഗം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വേഗത്തിൽ നടന്നിട്ട് കൃത്യസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് വന്ന വഴിയെ തന്നെ മടങ്ങേണ്ടി വരികയും ആ ഗ്രാമവാസികളുമായിട്ട് അവിടെ കാത്തു നിൽക്കുന്ന ഗ്രാമവാസികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരികയും ചെയ്യും. അതിനാൽ പോളും കൂട്ടരും തീയില്ലാത്ത ഭാഗത്തേക്ക് അതിവേഗത്തിൽ നടന്നു. സാധനങ്ങൾ വഹിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ വേഗത്തിൽ അവരുടെ കയ്യിൽ കുറേയേറെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ
കൂടുതൽ വേഗത്തിൽ നടക്കുവാനായിട്ട് പ്രയാസമായിരുന്നു. തീ കൊണ്ടുണ്ടാക്കിയ 2 മതിലുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് ആ ഒരു അനുഭവമായിരുന്നു അവർക്കുണ്ടായത്. ചൂട് കാരണം സകലരും വിയർത്ത് കുളിച്ചു. പുറകില് ആ ഗ്രാമത്തിലെ ആളുകൾ ആയുധങ്ങളുമായിട്ട് തയ്യാറായി തന്നെ നിൽപ്പുണ്ട്. തീയിൽ നിന്നും രക്ഷപ്പെട്ട് തുറസായ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നില്ലെങ്കിൽ മരണം ഉറപ്പാണ്. വേഗത്തിൽ നടക്കുവാനായിട്ട് പോള് തന്റെ ആളുകളോട് അലറി. എന്തായാലും ഭാഗ്യം അവരുടെ കൂടെ തന്നെയായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ തീ പിടിക്കാത്ത ഭാഗത്ത് ഒരു വിധത്തില് എത്തിച്ചേർന്നു. ഇതേസമയം അവർ ഇങ്ങോട്ട് കടന്നു വന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം തീ ആളിപ്പടർന്നിട്ട് അതെല്ലാം കത്തി നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും അപ്പുറം കത്തിക്കരിഞ്ഞ കറുത്ത നിലങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരല്പം താമസിച്ചു പോയിരുന്നുവെങ്കിൽ അവരെല്ലാം ആ തീയിൽപ്പെട്ടിട്ട് വെന്ത് മരിക്കുമായിരുന്നു എന്ന് ഉറപ്പാണ്. അവസാനം വൈകുന്നേരം 5 മണിയോടെ അവർ മറ്റൊരു കാട്ടില് സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേർന്നു. അവിടെ തണുത്ത വെള്ളമുള്ള ഒരു ചെറിയ നീരുറവ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി അവിടെ തന്നെ കഴിയുവാനാണ് അവർ തീരുമാനമെടുത്തത്. പുറകിലെ പുൽമേടുകളിൽ നിന്നും അപ്പോണോ ഗ്രാമങ്ങളിൽ നിന്നുള്ള പുക ഉയരുന്നത് അവർക്ക് അപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് അനുകൂലമായതോടെ അതിനൊപ്പം ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങളും അവർക്ക് കേൾക്കാൻ സാധിച്ചു. ചില ഗ്രാമത്തിലെ ചില ആളുകൾ പുൽമേട്ടിലൂടെ നടന്നിട്ട് പോളിനും സംഘത്തിനും കേൾക്കാവുന്ന ദൂരെ എത്തിയ ശേഷം അവരെ ശപിക്കുന്നതും ഇതിന്റെ ഇടയിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രി ഏതാണ്ട് 10 മണി വരെയും ഈ കരച്ചിലും നിലവിളിയും ശാപവും ഒക്കെ തുടർന്നു. അതല്ല അവർക്ക് കേൾക്കാമായിരുന്നു. അതിനുശേഷം എല്ലാം നിശബ്ദമായി. അധികം വൈകാതെ പോളിന്റെ ആളുകൾ അവര് കത്തിച്ച തീക്ക് സമീപം കിടന്ന് ഉറങ്ങി തുടങ്ങി. എല്ലാവരുടെയും കാലുകൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. മറ്റ് ഭൂമി ആളുകൾ വിശ്രമിക്കുമ്പോൾ ഇഗാല, മൊയ്വിച്ചി, റാംബലീന എന്നിവര് പോളിന്റെ കൂടെ കാവൽ നിന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പാവങ്ങളും ഉറങ്ങിപ്പോയി. പാവം നായ്ക്കൾ പോലും ക്ഷീണിച്ച് നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിശബ്ദമായ ആ രാത്രിയിൽ ആ ചെറിയ അരുവിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് പതിവിലും കൂടുതൽ ശബ്ദമുണ്ടെന്ന് പോളിന് തോന്നി. അദ്ദേഹം ചുറ്റുമൊന്ന് നോക്കി. തന്റെ ഓരോ ആളുകളുടെ കൈകളിലും തോക്കുകളുണ്ട്. എന്നാൽ ക്ഷീണിച്ച് ഉറക്കത്തിലായ മനുഷ്യരുടെ കൈകളിൽ ആ ആയുധങ്ങൾ എത്രത്തോളം ഉപയോഗശൂന്യമാണെന്നാണ് അദ്ദേഹം അപ്പോൾ ചിന്തിച്ചത്. പോൾ ആകാംക്ഷയോടെ തന്റെ ദൂരദർശിനി കയ്യിലെടുത്തിട്ട് ഈ അപ്പോണോ ഗ്രാമങ്ങൾ എവിടെയാണോ ആ ദിശയിലേക്ക് ഒന്ന് നോക്കി. അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും എല്ലാം മരണം പോലെ നിശബ്ദമാണ്. പുലർച്ചെ 3 മണിക്ക് ഡൂഷയു ഇഗാലയും മറ്റു കോമി ഗോത്രക്കാരെയും വിളിച്ചുണർത്തി. ഇനി തനിക്ക് ഒന്ന് ഉറങ്ങണം. ഡൂഷയു ഇനി ഉറക്കമുണരുന്നത് നമ്മുടെ അടുത്ത വീഡിയോയിലാണ്.